ഹോംവർക്ക് ചെയ്യാത്തതിന് മക്കളെ മാതാപിതാക്കൾ ശാസിക്കും, നിർബന്ധിച്ച് പഠിപ്പിക്കും. ഇതിന്റെ പേരിൽ ചില്ലറ പിണക്കങ്ങളൊക്കെ കുട്ടികൾ കാണിക്കുകയും ചെയ്യും. അതവിടെ തീരും. എന്നാൽ ചൈനയിലെ 10 വയസ്സുകാരൻ അച്ഛന് നൈസായിട്ടൊരു പണി കൊടുത്തു കേട്ടോ. അച്ഛൻ്റെ ഒരു രഹസ്യം പോലീസിനെ അറിയിച്ചു. അച്ഛൻ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. എന്താണ് സംഭവമെന്ന് അനഘ പ്രകാശ് പറഞ്ഞു തരും. അനഘ, അച്ഛന് വല്ലാത്തൊരു പണിയാണല്ലോ ഈ മകൻ കൊടുത്തത്. ഇതെന്താണ് സംഭവം? സന്ധ്യ, നമ്മളൊക്കെ ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കാതിരിക്കാനും അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതിരിക്കാനും ഒക്കെ എന്തൊക്കെ പരിപാടി നോക്കിയിട്ടുണ്ടാവും അല്ലേ, പല മാർഗങ്ങളും നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഈ സംഭവം മധ്യ ചൈനയിൽ നിന്നാണ് ഈ സംഭവം വരുന്നത്. കുറച്ചധികം കടന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു അച്ഛൻ ഈ തൻ്റെ 10 വയസ്സുള്ള മകൻ പഠിക്കാതെ ഉഴപ്പി കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവനെ വഴക്ക് പറഞ്ഞ് പഠിക്കാൻ നിർബന്ധിക്കുകയാണ്. കുറേ ആയപ്പോൾ ഈ മകനിത് ഇഷ്ടമാവുന്നില്ല. അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവൻ ഇറങ്ങി വീടിനടുത്തുള്ള കടയിൽ പോകുന്നു. അവിടുത്തെ ഫോൺ ഉപയോഗിച്ച് പോലീസിനെ വിളിച്ചു പറയുകയാണ്, എൻ്റെ വീട്ടിൽ അച്ഛൻ ഒപ്പിയം സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. ഒപ്പിയം മലയാളത്തിൽ നമ്മൾ കറുപ്പ് എന്നൊക്കെ പറയും. അതൊരു മയക്കുമരുന്ന് ഒക്കെ തയ്യാറാക്കാൻ ഉണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ്. അങ്ങനെ പോലീസ് വീട്ടിലെത്തുന്നു. പരിശോധനയിൽ കുറച്ച് ഒപ്പിയം കണ്ടെത്തുന്നു. നിലവിൽ അച്ഛനെ ലഹരി വിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. ഈ ചൈനയിൽ ഒപ്പിയം ലഹരി മരുന്നായി ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛൻ മകനോട് പഠിക്കാൻ പറഞ്ഞു. അച്ഛൻ ഈ ഒപ്പിയം സൂക്ഷിച്ചത്, ഈ ഒപ്പിയം ചിലർ മരുന്നിനായും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊരു ചെടിയുടെ കറയിൽ നിന്നെടുക്കുന്ന ഒരു പദാർത്ഥമാണ്. അതിൽ നിന്നാണ് പിന്നെ മയക്കുമരുന്നിനായിട്ടൊക്കെ തയ്യാറാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അച്ഛൻ ശരിക്കും എന്തുദ്ദേശത്തിലാണ് ഒപ്പിയം വീട്ടിൽ സൂക്ഷിച്ചതെന്നുള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പഠിക്കാൻ പറഞ്ഞതിന് മകൻ അച്ഛന് കൊടുത്ത പണി, അത് വലിയൊരു പണി തന്നെ ആയിപ്പോയി. അതും രഹസ്യമാണല്ലേ അനഘ ചോർത്തി കൊടുത്തത്. എന്തായാലും അച്ഛൻ ഇപ്പോൾ അഴിക്കുള്ളിലായിട്ടുണ്ട് എന്നതാണ്. പിന്നെ അനഘ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനാണ് ഈ ഒപ്യം സൂക്ഷിച്ചിരുന്നത് എന്നൊന്നും അറിയില്ല. എന്തായാലും മകൻ നൈസായിട്ടൊരു പണി അച്ഛന് കൊടുത്തിട്ടുണ്ട്. ശരി അനഘ.